സൗഹൃദം ജീവിതത്തെ സമ്പന്നമാക്കുന്ന ബന്ധം. സൗഹൃദം എന്നത് മനുഷ്യജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ്. ഇത് നമ്മളെ ചുറ്റപ്പെട്ടവരുമായി ബന്ധപ്പെടുത്തുകയും നമ്മുടെ ജീവിതത്തെ സന്തോഷകരവും അർത്ഥവത്തായതുമാക്കുകയും ചെയ്യുന്നു. സൗഹൃദം എന്നത് ഒരു ബന്ധത്തേക്കാൾ അധികമാണ്. ഇത് നമുക്ക് ആശ്വാസം, സുരക്ഷ, പ്രചോദനം എന്നിവ നൽകുന്നു. സൗഹൃദത്തിന്റെ തരങ്ങൾ. ബാല്യകാല സൗഹൃദം. ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ സൗഹൃദം. സ്കൂളിലും പ്ലേഗ്രൗണ്ടിലും നാം രൂപപ്പെടുത്തുന്ന സൗഹൃദം. കൗമാരകാല സൗഹൃദം. നമ്മുടെ വ്യക്തിത്വം വളരുന്ന കാലഘട്ടത്തിൽ നാം രൂപപ്പെടുത്തുന്ന സൗഹൃദം. പൊതു താൽപ്പര്യങ്ങളും ആശയങ്ങളും നമ്മെ ബന്ധിപ്പിക്കുന്നു. വ്യവസായ സൗഹൃദം. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നാം രൂപപ്പെടുത്തുന്ന സൗഹൃദം. ഇതിൽ നിന്ന് നമുക്ക് വ്യവസായപരമായ പിന്തുണയും പ്രോത്സാഹനവും ലഭിക്കുന്നു. ആത്മീയ സൗഹൃദം. ആത്മീയ ആശയങ്ങൾ നമ്മെ ബന്ധിപ്പിക്കുന്ന സൗഹൃദം. ഇത് നമുക്ക് ആഴത്തിലുള്ള സമാധാനവും അർത്ഥവും നൽകുന്നു. സൗഹൃദത്തിന്റെ പ്രാധാന്യം. മാനസിക സമാധാനം. നല്ല സുഹൃത്തുക്കൾ നമ്മെ മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സന്തോഷം നൽകുകയും ചെയ്യുന്നു. പിന്തുണ. പ്രയാസകരമായ സമയങ്ങളിൽ നമ്മെ താങ്ങി നിർത്താൻ സുഹൃത്തുക്കൾ എപ്പോഴും ഉണ്ടാകും. വളർച്ച. സുഹൃത്തുക്കളിൽ നിന്ന് നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനും നമ്മെത്തന്നെ മെച്ചപ്പെടുത്താനും കഴിയും. പ്രചോദനം. നമ്മുടെ ലക്ഷ്യം കൈവരിക്കാൻ സുഹൃത്തുക്കൾ നമുക്ക് പ്രചോദനം നൽകുന്നു. ഒരു നല്ല സുഹൃത്തിനെ എങ്ങനെ കണ്ടെത്താം? വിശ്വാസം. സുഹൃത്തുക്കളെ വിശ്വസിക്കുക. മാന്യത. മറ്റുള്ളവരെ ബഹുമാനിക്കുക. കൊടുക്കൽ വാങ്ങൽ. സൗഹൃദത്തിൽ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുക. പങ്കിടൽ. നിങ്ങളുടെ കൈവശമുള്ളത് പങ്കിടുക. ബന്ധം. സുഹൃത്തുക്കളുമായി ബന്ധം നിലനിർത്തുക. സൗഹൃദം എങ്ങനെ പരിപാലിക്കാം? സമയം ചെലവഴിക്കുക. സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കുക. ശ്രദ്ധിക്കുക. അവർ സംസാരിക്കുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കുക. സഹായിക്കുക. അവർക്ക് ആവശ്യമുള്ളപ്പോൾ സഹായിക്കുക. ക്ഷമിക്കുക. തെറ്റുകൾ ക്ഷമിക്കുകയും സൗഹൃദം ശക്തിപ്പെടുത്തുകയും ചെയ്യുക. മതഭേദങ്ങൾ പരിഹരിക്കുക. മതഭേദങ്ങൾ ശാന്തമായി പരിഹരിക്കുക. സൗഹൃദം ഒരു അത്ഭുതകരമായ അനുഗ്രഹമാണ്. നാം അത് വിലമതിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണം. സൗഹൃദത്തെക്കുറിച്ച് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? സൗഹൃദത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കിടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ കേൾക്കാൻ തയ്യാറാണ്.